അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും എന്നാണ് യഹോവയായ ദൈവം യോശുവയോട് യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൂടി അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് യോശുവയോട് പറഞ്ഞതുപോലെ തന്നെയാണ് കാലാകാലങ്ങളായി ഇസ്രയേൽ രാജാക്കന്മാരോടും ജനത്തോടും നമ്മോടും അരുളി ചെയ്യുന്നത്. അനേകം ഇസ്രയേൽ രാജാക്കന്മാർ അത് അനുസരിക്കാതെ ജീവിച്ചു. ഒടുക്കം ബൈബിളിൽ അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല എന്നാണ്. ഈ പ്രസ്താവന ഏതെല്ലാം രാജാക്കന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെ ഭരണകാലത്ത് അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ വായിക്കുകയോ അതിന് പ്രകാരം ജീവിക്കുകയോ ചെയ്യാത്ത രാജാക്കന്മാർ വലിയ കഷ്ടത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ശത്രുക്കളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വായിക്കുകയും അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ബുദ്ധിമാന്മാർക്ക് വേണ്ടി, അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുവാനും രക്ഷിക്കുവാനും വേണ്ടി യഹോവ ജാഗ്രതയോടെ തൻ്റെ ഭക്തന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്ന വാക്യം NIV ഇംഗ്ലീഷ് വേർഷനിൽ ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ദൈവം പറഞ്ഞ വഴിയിൽ കൂടി നടക്കുന്ന വ്യക്തികൾക്ക്, അഥവാ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും കൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് 100% സംരക്ഷണം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് സാരം. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു ലോറിക്ക് മാത്രം പോകുവാൻ വീതിയുള്ള ഇടറോഡിൽ കൂടി 1 ലിറ്റർ പാക്കറ്റ് പാൽ മേടിച്ചു കൊണ്ടുവരുന്നത് ഒരു ദിവസം ഞാൻ കണ്ടു. ആ വഴിയിൽ കൂടി ധാരാളം വാഹനങ്ങൾ പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിയാണത്. നായ്ക്കളും ആ വഴിയെ ഓടി നടക്കാറുണ്ട്. 1 കിലോ പാലേ ഉള്ളൂ എങ്കിലും ആ ആൺകുട്ടിക്ക് അത് വലിയ ഭാരമാണ്. അവൻ വളരെ പ്രയാസപ്പെട്ടാണ് നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ദേഷ്യം തോന്നി. ഞാൻ ആ കുഞ്ഞിന് സംരക്ഷണം കൊടുക്കുവാൻ തയ്യാറായി. യാദൃശ്ചികമായി എൻ്റെ ശ്രദ്ധ റോഡിൻ്റെ 2 അറ്റത്തുമായി നിലയുറപ്പിച്ച ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും മേൽ പതിഞ്ഞു. അത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അവരോട് ബഹുമാനം തോന്നി. ആ കുഞ്ഞിന് അപകടം വരാത്ത നിലയിൽ ആ കുഞ്ഞിൽ തന്നെയായിരുന്നു ഇരുവരുടെയും കണ്ണുകൾ. ആ കുഞ്ഞിനൊരു പ്രതിസന്ധി വന്നാൽ ആ കുട്ടിയെ അറിയുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ മാതാവും പിതാവും അതിന് പരിഹാരം വരുത്തിയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന് നമ്മെക്കുറിച്ച് എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. തൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കളെ തന്നെ യഹോവ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ കൂടി കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനം. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ക്ഷാമത്തിൽ നിന്നും അവരെ ജീവനോടെ പാലിക്കുവാനും രോഗത്തിൽ നിന്നും അവരെ സൗഖ്യമാക്കുവാനും സാത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനും വേണ്ടിയാണ്. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ മകനായ രഹബയാമിൻ്റെ മകനായ അബിയാമിൻ്റെ മകനായ ആസായെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. 12 ഗോത്രങ്ങൾ ഉള്ള ഇസ്രയേൽ രാഷ്ട്രം ശലോമോൻ്റെ പാപനിമിത്തം തൻ്റെ മകനായ രഹബയാമിൻ്റെ കാലത്ത് യൊരോബയാം എന്ന ശലോമോൻ്റെ ദാസിന് 10 ഗോത്രം യഹോവ കൊടുക്കുകയും ബാക്കിയുള്ള 2 ഗോത്രമായ യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും ശലോമോൻ്റെ മകനായ രഹബയാമിന് ലഭിക്കുകയും ചെയ്തു. വർഷങ്ങൾ പലത് കടന്നുപോയെങ്കിലും രഹബയാമിൻ്റെ
മക്കൾ പരമ്പരയ്ക്ക് യഹൂദ രാജ്യം ലഭിച്ചു. അബിയാവിൻ്റെ മകനായ ആസ തൻ്റെ പിതാവായ അബിയാവിന് പകരം യഹൂദ രാജാവായി സ്ഥാനം ഏറ്റെടുത്തു. അവൻ്റെ കാലത്ത് 10 സംവത്സരം ദേശത്ത് സ്വസ്ഥതയുണ്ടായി. ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ച അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. തൻ്റെ ജനത്തോട് ഇസ്രയേലിൻ്റെ ദൈവത്തെ അന്വേഷിപ്പാൻ കൽപ്പിച്ചു. ന്യായപ്രമാണവും കൽപ്പനകളും അനുസരിപ്പാൻ ജനത്തോട് കൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവന് സ്വസ്ഥത കൊടുത്തു. എന്നാൽ കൂശിരായ സേരഹ് ആസയ്ക്കുള്ള സൈന്യത്തെക്കാൾ ഇരട്ടി സൈന്യവും അനേകം രഥങ്ങളുമായി ആസയോട് യുദ്ധത്തിന് വന്നു. ആ സമയം ആസ യഹോവയോട് നിലവിളിച്ചു, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയല്ലാതെ ആരുമില്ല. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ സൈന്യത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസായുടെ മുമ്പിൽ കൂശിനെ തോൽക്കുമാറാക്കി. യഹോവെങ്കിൽ നിന്നൊരു ഭീതി അവരുടെ മേൽ വീണിരുന്നു. ആസയെ യഹോവ കൺമണി പോലെ രക്ഷിച്ചു. 2 ദിനവൃത്താന്തം 14, 15, 16 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആസ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവം അവന് വലിയ രക്ഷ നൽകി. ആ നാളുകളിൽ ആസായുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ശത്രു എത്ര പ്രബലരായിരുന്നാലും ദൈവവചനം അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ ശത്രു വരികയില്ല എന്ന് ഞാൻ പറയുകയില്ല. ശത്രു ഒരു വഴിയായി വന്നാൽ പല വഴിയായി അവൻ തിരിഞ്ഞ് ഓടിപ്പോകും. കാരണം നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള വഴിയിലാണ്. ദൈവവചനം അനുസരിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള വഴിയിലാണ് നാം നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ഒദേദിൻ്റെ മകനായ അസര്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവാത്മാവ് ആസയോടും തൻ്റെ ജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. വർഷങ്ങൾ പലത് വീണ്ടും കഴിഞ്ഞു. മുൻപെന്ന പോലെ വീണ്ടും ആസയ്ക്കൊരു പ്രശ്നം നേരിട്ടു. ഇപ്രാവശ്യം അവനെ ഞെരുക്കുവാൻ തുടങ്ങിയത് ഇസ്രയേലിൻ്റെ 10 ഗോത്രം ഭരിക്കുന്ന ബയശെ എന്ന ഇസ്രയേൽ രാജാവായിരുന്നു. ആസ യഹോവയോട് സഹായം ചോദിക്കേണ്ടതിന് പകരം യഹോവയുടെ ആലയത്തിലെ വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് ദമശ്ശേക്കിലെ അരാം രാജാവായ ബെൻഹദിന് കൊടുത്തയച്ചു. ബെൻഹദ് തൻ്റെ സൈന്യവുമായി വന്ന് ഇസ്രയേൽ രാജാവായ ബയശയെ തോൽപ്പിച്ചു. ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. 2 ദിനവൃത്താന്തം 16 അധ്യായം 9 വാക്യമാണ് നാം കേട്ടത്. ഇതിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, നാം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഏകാഗ്രമാക്കുകയും ദൈവം ഇഷ്ടപ്പെടാത്ത സകല കാര്യങ്ങളും ഉപേക്ഷിക്കുകയും വേണം. ഒരു മനുഷ്യനിലും ഒരു സഹോദരനിലും വിശ്വസിക്കാതെ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും വേണം. പ്രതിസന്ധി വരുമ്പോൾ ദൈവമാണ് പ്രതിസന്ധി വരുത്തുന്നതെന്ന് ചിന്തിച്ച് ദൈവത്തിനെതിരെ പിറുപിറുക്കാതെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ദൈവവചനം കൂടുതൽ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ വസിക്കും. ദൈവം നമ്മോടുകൂടെ വസിച്ചാൽ സാത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രതിസന്ധിയും നമുക്ക് സാത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രതിസന്ധിയിലും നമുക്ക് തോൽവി ഭവിക്കുകയില്ല. കാരണം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും യുദ്ധം ചെയ്യും. വിജയം നമുക്ക് നേടിത്തരികയും ചെയ്യും. അങ്ങനെ നാം അനുദിന ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് സകല പരീക്ഷകളിലും ജയം പ്രാപിച്ചാൽ യേശു ജയിക്കുന്നവർക്ക് നൽകുന്ന ജീവകിരീടം നമുക്കും പ്രാപിക്കുവാനും ദൈവമക്കൾ എന്ന പദവി നിലനിർത്തുവാനും പുത്രനോടൊപ്പം അവകാശം പ്രാപിക്കുവാനും നമുക്ക് ഇടവരും. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമുക്ക് നിത്യജീവന അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയുടെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.